ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ടൈം 10:17 കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഓൾറെഡി ഒരു ബുള്ളിക് സെഷനിലേക്കാണ് നമുക്ക് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വിക്കുള്ള നല്ലൊരു ക്യാൻഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മോർണിംഗ് സെഷൻ ഒരു സൈഡ് വേസ് ബെയറിഷ് ആണെങ്കിലും ആ ഒരു സെക്ഷനിൽ നിന്ന് നമുക്കൊരു ബുള്ളിഷ് സൈഡിലേക്ക് നമുക്കൊരു ബ്രേക്കൗട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒരു ബുള്ളിഷ് സൈഡിലേക്കുള്ള ട്രേഡാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല, നമുക്ക് നല്ലൊരു ക്യാൻഡിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, കൺഫർമേഷൻ ക്യാൻഡിൽ. അപ്പോൾ എന്തായാലും ആ ക്യാൻഡിലിൻ്റെ തൊട്ട് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കാം. ടാർഗറ്റായിട്ട് വയ്ക്കാൻ പോകണം നമ്മൾ ടെലിഗ്രാം ചാനൽ മെൻഷൻ ചെയ്ത ആ ലിക്വിഡിറ്റി ഏരിയ 24,960 ഏരിയയിലുള്ള ആ ലിക്വിഡിറ്റിയിലാണ് നമ്മൾ ടാർഗറ്റായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. 1:3 ടാർഗറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രേഡ് എടുക്കാൻ കാരണമെന്ന് പറയുന്നത്, നമുക്ക് ഓൾറെഡി ഒരു വിക്കുള്ള ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ കിട്ടി, പിന്നെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ഇനി നമുക്ക് ഡേ ഹൈയും കൂടി നമുക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇന്ന് ലിക്വിഡിറ്റീസ് ഒന്നും സ്വീപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ മുകളിലത്തെ ആ ലിക്വിഡിറ്റി എടുത്തിട്ട് താഴത്തേക്ക് പോകാനാണ് കൂടുതൽ ചാൻസ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ എന്തായാലും ഒരു 1:3 എന്തായാലും ടാർഗറ്റ് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ മേജറായിട്ട് വരുന്ന നിയറസ്റ്റ് ലിക്വിഡിറ്റി. ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇനി താഴത്തേക്ക് നമുക്കൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് ഇവിടുന്ന് ട്രേഡ് മുകളിലേക്ക് നമുക്ക് എടുക്കാം. ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്താൽ മാത്രം നമ്മൾ ഇനി ഫ്രഷ് ആയിട്ടുള്ളൊരു പൊസിഷൻ എടുക്കുള്ളൂ. നമുക്ക് നോക്കാം 1:3 ടാർഗറ്റ് ആണോ അതോ സ്റ്റോപ്പ് ലോസ് ആണോ ഹിറ്റ് ആവണേ എന്നുള്ളത് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 11:11 ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡേ ഹൈ ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്കിവിടെ ഫ്രഷ് ആയിട്ടൊരു BOIs നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. എന്തായാലും 50% ടാർഗറ്റ് ഓൾറെഡി മൂവ് ആയിട്ടുണ്ട്. ഇനി ഒരു 50% കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ലിക്വിഡിറ്റി ഏരിയയിലേക്ക് നമുക്ക് എത്തും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഫർദർ അപ്സൈഡ് മൂവ്മെൻറ്റിലേക്കല്ല, നേരെ മറിച്ച് ഒരു റിവേഴ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ താഴത്തേക്കുള്ള ട്രേഡാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഏതായാലും ഹാഫ് ഓഫ് ദി ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഇനി 1:3 ടാർഗറ്റ് ഹിറ്റാവോ അതോ സ്റ്റോപ്പ് ലോസിലേക്ക് പോവോ ഇല്ലയോ എന്ന് നമുക്ക് എന്തായാലും നോക്കാം. ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ തന്നെ താഴെയുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബുള്ളറ്റ് സൈഡിലേക്കുള്ള ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അത് മറിച്ച് നമ്മുടെ അപ്പർ സൈഡിലുള്ള ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴത്തേക്കുള്ള ട്രേഡാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് എന്തായാലും ഓൾമോസ്റ്റ് ഒരു അത്ര മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ 1:3 നിങ്ങൾക്ക് വേണമെങ്കിൽ 1:5 ടാർഗറ്റ് വയ്ക്കാം, നല്ലതാണ്. ഇൻ കേസ് 1:3 ടാർഗറ്റ് ഹിറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് കോസ്റ്റിലേക്ക് കീപ്പ് ചെയ്തിട്ട് റെസ്റ്റ് ഓഫ് ദി ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് 1:5 ടാർഗറ്റും നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ എന്തായാലും ഇവിടെ 1:3 ടാർഗറ്റ് നമ്മളിന്ന് കീപ്പ് ചെയ്യുന്നുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം ടാർഗറ്റാണോ സ്റ്റോപ്പ് ലോസ് ആണോ ഉള്ളത് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ടൈം 11:34 ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 90% ടാർഗറ്റിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ആ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബുള്ളി സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് തന്നെയാണ് നമുക്ക് ഇനി കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആ മുകളിലുള്ള ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാനായിട്ട് ഫർദർ ഒരു ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തുമില്ലെന്ന്. ഇപ്പോൾ ഓൾമോസ്റ്റ് 90% ടാർഗറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ടാർഗറ്റ് നിന്ന് വരെ നമുക്കതിന് വെയിറ്റ് ചെയ്യാം. ഓൾസോ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളുക. നിങ്ങളുടെ ഒരു ലൈക്കോ കമൻറ്റോ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയ നല്ല വീഡിയോസ് കൊണ്ടുവരാനും നമുക്ക് അതൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ എന്തായാലും ടാർഗറ്റാണോ സ്റ്റോപ്പ് ലോസ് ആണോ എന്നുള്ളത് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ടൈം 11:41 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് അടുത്തെത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 99.99% ടാർഗറ്റും ഹിറ്റായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആ ലിക്വിഡിറ്റിയിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ തൊട്ട് താഴെയായിട്ട് നിൽക്കുക. എന്നാലും കുഴപ്പമില്ല. എന്തായാലും ആ ലിക്വിഡിറ്റി നന്നായിട്ട് സ്വീപ്പ് ചെയ്തിട്ട് തന്നെ ഫർദർ മാർക്കറ്റ് താഴത്തേക്ക് വരികയുള്ളൂ. ഇൻ കേസ് ഈ ലിക്വിഡിറ്റിയിൽ ടാപ്പ് ചെയ്ത് അല്ലെങ്കിൽ സ്വീപ്പ് ചെയ്ത് നമുക്ക് റിവേഴ്സിൽ കിട്ടിയാൽ മാത്രമേ നമുക്കൊരു ബെയറിഷ് ട്രേഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. സ്വീപ്പ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ട്രേഡിൽ എൻ്റർ ചെയ്യരുത്. നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാൻ ചാൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻട്രാഡേ റിവേഴ്സൽ, ഒരു 1 മിനിറ്റ് റിവേഴ്സലോ മതി. 1 മിനിറ്റ് റിവേഴ്സലോ അല്ലെങ്കിൽ 3 മിനിറ്റ് റിവേഴ്സലോ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ താഴത്തേക്ക് ഒരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്.
അപ്പോൾ എന്തായാലും ടാർഗറ്റ് ഹിറ്റ് ആവില്ലെന്ന് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ടൈം 11:56 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ 1:3 ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. നല്ലൊരു ട്രേഡായിരുന്നു. 1:3 വളരെ ചെറിയ സ്റ്റോപ്പ് ലോസോടുകൂടി നമുക്കൊരു നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിവേഴ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ താഴത്തേക്കാണ് നമുക്ക് ട്രേഡ് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ എല്ലാവരും മുകളിലേക്ക് ഉള്ള എൻട്രി ഒക്കെ നമ്മൾ ബ്രേക്ക് ഔട്ടിലൊക്കെ എൻട്രി എടുക്കണവരുടെ സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ചിട്ട് നമുക്ക് നേരെ താഴത്തേക്ക് ഉള്ള ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഒരു റിവേഴ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇൻ കേസ് റിവേഴ്സിൽ കിട്ടിയില്ലെങ്കിൽ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ നമുക്ക് വേറെ ട്രേഡ് ഉണ്ടാവില്ല, ഇതായിരിക്കും ലാസ്റ്റ് ട്രേഡ്. ഇൻ കേസ് ഒരു റിവേഴ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു ബെയർ സൈഡിലേക്ക് ട്രേഡ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓൾറെഡി ഒരു 12 മണി ആവാറായിട്ടുള്ളൂ, ടൈം ഇനിയും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ ടൈം 12:39 ആയിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ മേജർ ഒരു 25,024 ഒരു ലിക്വിഡിറ്റി കൂടിയും ഇനിയുണ്ട്. ഇൻ കേസ് നമുക്ക് ഇവിടുന്ന് ഒരു റിവേഴ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താഴത്തേക്ക് എൻട്രി എടുക്കുന്നതായിരിക്കും. ചെറിയ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നുള്ളൂ. ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ തന്നെ നമുക്ക് മുകളിലേക്ക് പോയിട്ട് ആ ലിക്വിഡിറ്റി കൂടി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇൻ കേസ് ഇവിടുന്ന് തന്നെ ഒരു റിവേഴ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്നും ഒരു ചെറിയ സ്റ്റോപ്പ് ലോസിൽ ടാർഗറ്റ് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് ആ വിക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഹൈയുടെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ട്രേഡ് പ്ലാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ടൈം 12:43 കഴിഞ്ഞിരിക്കുകയാണ്. നല്ലൊരു വോളിയുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്മെൻറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ FEGയിൽ നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം. അത് മാത്രമല്ല, അത് ഇപ്പോൾ നമ്മൾ സെൽ സൈഡ് ആയതുകൊണ്ട് നമുക്കൊരു പ്രീമിയം സോണിലും കൂടി ആവണം ആ ഒരു എൻട്രി ഏരിയ. അപ്പോൾ ഒന്നില്ലെങ്കിൽ FEGന്നോ അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിൽ നിന്നോ നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാം. പക്ഷേ അതിൻ്റെ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് അതൊരു പ്രീമിയം സോണിലായിരിക്കണം. ഓൾമോസ്റ്റ് 50% മുകളിലൊരു റീട്രേസ് തന്നാൽ മാത്രമാണ് നമ്മളിവിടുന്ന് എൻട്രി എടുക്കുള്ളൂ. അപ്പോൾ എന്തായാലും പ്രൈസ് ആ ഒരു റേഞ്ചിൽ എത്തുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് ആ റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു 1:3 അല്ലെങ്കിൽ 1:5 ടാർഗറ്റ് വെച്ചുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ആ വിക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും പ്രൈസ് ഇപ്പോൾ നിൽക്കുന്ന ഒരു ഡിസ്കൗണ്ട് സോണിലാണ്. നമുക്ക് എന്തായാലും ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ കയറി ആ പ്രീമിയം സോണിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ FEG എന്ന് പറയുന്നത്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ആ ഡിസ്പ്ലേസ് മൂവ്മെൻറ്റിലുള്ള ആ ക്യാൻഡിലിൻ്റെയും ആ 3 ക്യാൻഡിൽസിൻ്റെ ആ ഗ്യാപ്പാണ് നമ്മൾ FEG ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു എൻട്രി കിട്ടുന്നതായിരിക്കും. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ടൈം 12:56 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പ്രൈസ് നമ്മുടെ FEG ഏരിയയിലേക്ക്, നമ്മുടെ പ്രീമിയം സോണിലുള്ള ആ ബെയറിഷ് FEG ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു 1 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിക്കോട് കൂടി ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് ഒരു എൻട്രി എടുക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നവരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇൻ കേസ് നമ്മളെന്തായാലും ഈ പ്രീമിയം സോണിൽ എൻട്രി എടുക്കാൻ പറയുന്നതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഇൻ കേസ് നമുക്കൊരു റിവേഴ്സൽ കിട്ടി, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി, അപ്പോൾ നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെയധികം ഹ്യൂജ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വലിയൊരു സ്റ്റോപ്പ് ലോസ് ആകുമ്പോൾ നമുക്കൊരു ഹോൾഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ട്രേഡുകളുടെ എണ്ണം കുറവാണെങ്കിലും റിസ്ക് വളരെ ചെറുതായിരിക്കും. ചെറിയ റിസ്കിൽ കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡുകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഒന്നുകൂടിയും ഈ ഒരു ക്യാൻഡിലും കൂടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എൻട്രി എടുക്കാം. എന്തായാലും സ്റ്റോപ്പ് ലോസ് നമ്മളെന്തായാലും ആ ഡേ ഹൈ ആ വിക്കിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പോണത്. അപ്പോൾ എന്തായാലും പ്രൈസ് എന്തായാലും ഈ ഒരു ക്യാൻഡിൽ കൂടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാം. അപ്പോൾ എന്തായാലും ഈ FEG ക്രോസ് ചെയ്ത് പോയ കാരണം തന്നെ അതൊരു ഇൻവാലിഡ് FEG ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതൊരു 1 മിനിറ്റ് FEG ആണ്. ഇൻ കേസ് നിങ്ങളൊരു 3 മിനിറ്റിലാണെങ്കിൽ അതൊരു ക്ലോസ് അതിന് മുകളിൽ വന്നിട്ടില്ല. എന്തായാലും ഒരു FEGക്ക് മുകളിലൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ FEG ഇൻവാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യും.
അതുകൊണ്ട് തന്നെ നമുക്കതിന് തൊട്ട് മുകളിൽ കുഴപ്പമില്ല, എന്തായാലും തൊട്ട് മുകളിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്കും കൂടി ഉണ്ട്. ഓർഡർ ബ്ലോക്കും കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി എടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ആ സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എൻട്രി മിസ്സാവുന്നതായിരിക്കും. കുഴപ്പമില്ല, എന്തായാലും നമുക്കിവിടെ ഓർഡർ ബ്ലോക്ക് ക്രോസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കിവിടെ എന്തായാലും ഒരു എൻട്രി എടുക്കാം. നമുക്ക് സ്റ്റോപ്പ് ലോസ് നമുക്ക് ആ വിക്കിൻ്റെ തൊട്ട് മുകളിൽ, കാരണം ആ വിക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ട്രെൻഡ് ബുള്ളിഷായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വീണ്ടും ട്രെൻഡ് ബുള്ളിഷായി കഴിഞ്ഞാൽ നമ്മുടെ മുകളിലുള്ള 25,024 റേഞ്ചിലത്തെ ലിക്വിഡിറ്റിയും കൂടി എടുത്തിട്ട് ആയിരിക്കും പിന്നെ മാർക്കറ്റ് താഴത്തേക്ക് വരാൻ പോകുന്നത്. എന്തായാലും മാർക്കറ്റ് എന്തായാലും ഒരു ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞിട്ട് താഴത്തേക്ക് വരേണ്ടതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും നമ്മുടെ ട്രേഡ് എടുക്കാം. ഒരു 1:3 ട്രേഡ് നമുക്ക് എന്തായാലും കൺസിഡർ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 1:5 ടാർഗറ്റ് നിങ്ങൾക്ക് വയ്ക്കാം. ട്രേഡുകൾ സക്സസ് ട്രേഡുകളുടെ എണ്ണം കുറവായിരിക്കുമെങ്കിലും ഓവറോൾ ട്രേഡുകളുടെ എണ്ണം വളരെ കുറച്ച് ഹിറ്റായാൽ തന്നെ നമുക്ക് എന്തായാലും കൂടുതൽ പ്രോഫിറ്റ് ആയിരിക്കും. ലോങ് ടൈമിൽ എന്തായാലും ബിഗർ പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ ട്രേഡ് ഓൾമോസ്റ്റ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ടാർഗറ്റ് അടിക്കും, അല്ലെങ്കിൽ നേരെ മുകളിലുള്ള ആ ലിക്വിഡിറ്റിയും കൂടി എടുത്തിട്ട് വീണ്ടും നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം. ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും. മുമ്പ് ഒരു ട്രേഡ് നമ്മൾ ബുള്ളിഷ് സൈഡിലേക്ക് നമ്മൾ ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഒരു ബെയർ സൈഡിലേക്കുള്ള ട്രേഡും കൂടി കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ടാർഗറ്റാണോ അതോ സ്റ്റോപ്പ് ലോസ് ആണോ എന്നുള്ളത് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ടൈം 13:53 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ 1:3 ടാർഗറ്റും ഹിറ്റ് ചെയ്ത് വീണ്ടും താഴത്തേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. എന്തായാലും മുകളിലേക്കുള്ള ട്രേഡും ഒരു താഴത്തേക്കുള്ള ട്രേഡും നമ്മുടെ സക്സസ്ഫുള്ളായിട്ട് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. വളരെ നല്ലൊരു ട്രേഡ് തന്നെയായിരുന്നു. രണ്ടും ലിക്വിഡിറ്റി ഏരിയ വെച്ചിട്ടുള്ള നല്ലൊരു ട്രേഡുകൾ തന്നെയായിരുന്നു. ഇൻ കേസ് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു 1:5 ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടാവുന്ന ട്രേഡ് തന്നെയായിരുന്നു രണ്ടും. നമ്മളെന്തായാലും കുഴപ്പമില്ല, എന്നൊരു 1:3 ടാർഗറ്റ് ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ മിനിമം 1:3 ടാർഗറ്റെങ്കിലും കീപ്പ് ചെയ്യണം. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ബിഗർ പ്രോഫിറ്റ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഇതുവഴി സാധിക്കും. കൂടുതൽ ലോട്ട് വെച്ച് ട്രേഡ് ചെയ്യണവർക്കും ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലോട്ട്സിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഇന്നത്തെ 2 ട്രേഡ് ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക. പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളെ ഇൻട്രാഡേ ട്രേഡിംഗ് ലെവൽസൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ഫ്രീ ആയിട്ട് ഉള്ള ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ.